ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയ ഫിഷാണ്. അപ്പോൾ ഇതാരും കണ്ടിട്ട് ഞെട്ടണ്ട. അതിൻ്റെ എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഫിഷിൻ്റെ സ്കിന്ന്, അപ്പുറത്തുള്ള സ്കിന്നെടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഫിഷ് കറിക്കായാലും ഫ്രൈക്കായാലും എന്തിനായാലും ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചൂടാകുന്ന സമയത്ത് കുറച്ച് കടുക് ആഡ് ചെയ്യാം. ശേഷം നമ്മുടെ കറിവേപ്പിലയും കട്ട് പീസസ് ആക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പച്ചമുളകും ആഡ് ചെയ്ത ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അതിനൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മളങ്ങനെ കൈ വിടാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം അവിടെ നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തിരികെ തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അളവ് കാണുമല്ലോ, ആ ഒരു അളവിന് എടുക്കാം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമ്മുടെ ഉലുവപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ഫിഷ് കറി വെക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കൊച്ചുള്ളി ആവശ്യത്തിന് ആഡ് ചെയ്യാം. അതുകൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ടൊമാറ്റോയും മുളകും കറിവേപ്പിലയും എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വറക്കാത്ത മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒരു എണ്ണയിലൊന്ന് കിടന്നൊരു ആ ഒരു പച്ചമണമൊന്ന് മാറുന്നവരൊന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം. വറക്കാത്തതാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വറുത്തത് ഉപയോഗിക്കാം. ഇതിപ്പം എൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഓയിൽ വേണ്ടി വന്നു. അപ്പോൾ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം യോജിച്ച് വരുന്ന രീതിക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയാണ്, പുളി വെള്ളമാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ മീനിനനുസരിച്ചുള്ള മീൻ കാണുമ്പോഴേക്കും നമുക്ക് അറിയായിരിക്കുമല്ലോ എത്ര പുളി ചേരും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പുളി എടുത്ത് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പുളിവെള്ളമെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫിഷിൻ്റെ ഓരോ പീസായിട്ട് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഫിഷ് കറി വെച്ച ശേഷം ഞാൻ സച്ചോണ്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവം ഇത് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ ഹാഫ് ഡേ ഓഫീസിൽ നിന്ന് ലീവൊക്കെ എടുത്ത് വന്നൊരു കഥയുണ്ട് ഈ ഫിഷ് കറിക്ക് പിന്നിൽ. അപ്പോൾ എനിക്ക് ആകെപ്പാടെ അങ്ങ് ടെൻഷനുമായി, ഇതിന് ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ലീവ് എടുത്ത് വന്നതിൽ കാര്യമുണ്ടായി. ഫിഷ് കറി അച്ചൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിച്ച എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഈ ഫിഷ് കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.